ഹലോ ഗൈസ്, ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ സർക്യൂട്ടിനെ കുറിച്ചാണ്. ഓക്കെ, സോ നമ്മൾ നമുക്ക് സിലബസിൽ തന്നിരിക്കുന്നത് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ സർക്യൂട്ട് ഗിവൺ ടു എ സൈനുസോയിഡൽ ഇൻപുട്ട് എന്നാണ്. ബട്ട് ഞാനിവിടെ ആദ്യം ഡി സി എക്സൈറ്റേഷനാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡി സി എക്സൈറ്റേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മറ്റേതിൻ്റെ ഡെറിവേഷൻ എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യുക. ആ സ്വിച്ച് ഞാനിപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഒരു RLC സർക്യൂട്ട് കൺസിഡർ ചെയ്യുക. സ്വിച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ആൻഡ് ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ആർ ഇനീഷ്യലി അൺചാർജ്ഡ്. ഇൻഡക്ടറും കപ്പാസിറ്ററും ഇനീഷ്യലി അൺചാർജ്ഡ് ആണ്. ഓക്കെ, സോ നമ്മൾ KVL അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ സർക്യൂട്ടിൽ KVL അപ്ലൈ ചെയ്യാണ് ഫോർ ടി ഗ്രേറ്റർ ദാൻ 0-യിലേക്കാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. സോ വി മൈനസ് RI മൈനസ് L ഇൻറ്റു DI/dt മൈനസ് 1/C ഇൻ്റഗ്രൽ IDT ഇസ് ഈക്വൽ ടു 0. ഓക്കെ, നൗ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡിഫറൻഷ്യേറ്റിംഗ് എബോവ് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? വിനെ വിത്ത് റെസ്പെക്ട് ടു I ആണ് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വിക്ക് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, ദെയർഫോർ 0 വരും. മൈനസ് R ഇൻറ്റു DI/dt. ഓക്കെ, മൈനസ് L ഇൻറ്റു d2I/dt സ്ക്വയർ. ഓക്കെ, മൈനസ് 1/C. ഓക്കെ, ഇൻ്റഗ്രൽ മാറി I ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ. ഓക്കെ, ഇതിനെ റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ മൈനസ് ആണ് എല്ലായിടത്തും, സൈൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. ദെയർഫോർ നമുക്ക് കിട്ടും L d2I/dt സ്ക്വയർ. ഓക്കെ, പ്ലസ് R ഇൻറ്റു DI/dt പ്ലസ് 1/C I ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എല്ലിനെ ഞാൻ വെളിയിലെടുക്കുകയാണെങ്കിൽ എല്ലിനെ വെളിയിലെടുത്തിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്താൽ 0 തന്നെ കിട്ടും. ദെയർഫോർ d2I/dt സ്ക്വയർ. ഓക്കെ, പ്ലസ് R/L DI/dt പ്ലസ് 1/LC I ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, എല്ലിനെ ഞാൻ വെളിയിലെടുത്തിട്ട് 0/L എന്ന് പറഞ്ഞാൽ 0 തന്നെ വരും. ഓക്കെ, സോ എല്ലിനെ വെളിയിലെടുത്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി ചെയ്തുള്ളൂ. സോ ആറിൻ്റെ കൂട്ടത്തിൽ R/L വരും, 1/Cയുടെ കൂട്ടത്തിൽ 1/LC വരും. ഓക്കെ, സോ ഇവിടെ എന്താ ചെയ്തത്? ടേക്കിംഗ് L ഔട്ട്. ഓക്കെ, ഇത് മാത്രമേ ഞാനിവിടെ ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ ഇതെന്ത് കിട്ടി? സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ കിട്ടി. ഓക്കെ, സോ ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എഴുതുവാണെങ്കിൽ നമുക്ക് കിട്ടും S²I പ്ലസ് R/L SI പ്ലസ് 1/LC I ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഇങ്ങനെ എഴുതാൻ പറ്റും. I എനിക്ക് വെളിയിലെടുക്കാം. I ഞാൻ വെളിയിലെടുക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടും I ഇൻറ്റു S² പ്ലസ് R/LS പ്ലസ് 1/LC ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടും. ആ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, so the characteristic equation is given by S² plus R/LS plus 1/LC is equal to 0. ഒരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആണ്. സോ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ്റെ റൂട്ട്സ് എങ്ങനെയാണ്? നമുക്കറിയാം B² മൈനസ് B പ്ലസ് ഓർ മൈനസ് root of B² minus 4AC divided by 2A. Okay, minus B plus or minus
root of b square minus 4ac by 2a. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. സോ 2a എന്നുള്ളത് എന്താകും? 2a എന്നുള്ളത് 2 ആയിരിക്കും. ഓക്കെ, a എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. ഓക്കെ, b എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? r/l ആണ്. ആൻഡ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് r/l സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു 4 ഇൻറ്റു 1 ഇൻറ്റു c എന്ന് പറയുന്നത് 1/LC എന്ന് കിട്ടും. ഓക്കെ, സോ ഇതാണ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. a എന്ന് പറയുന്നത് 1 ആണ്. സോ 4 ഇൻറ്റു 1 ഇൻറ്റു 1/LC. ഓക്കെ, സോ ഇത് ഡിവൈഡഡ് ബൈ 2a ഉണ്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ 2a ഉണ്ട്. ആ 2നെ ഞാൻ ഈ റൂട്ടിനകത്തേക്ക് പോകുമ്പോൾ ഓക്കെ 2 റൂട്ടിലേക്ക് പോകുമ്പോൾ 2 സ്ക്വയർ വരും. സോ 2 സ്ക്വയർ ഇവിടെ 2 ആയിട്ട് എഴുതി. ബൈ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ഉം 4ഉം ക്യാൻസൽ ആവും. സോ എനിക്ക് ഈ ബ്രാക്കറ്റിനകത്ത് r/2l ദ ഹോൾ സ്ക്വയർ മൈനസ് 1/LC എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ മൈനസ് b/2a. ഓക്കെ, മൈനസ് b/2a എന്ന് പറയുന്നത് എന്തോ കിട്ടും? മൈനസ് r/2l. ഓക്കെ, സോ ഞാൻ ഈ ഇക്വേഷൻ അനുസരിച്ച് ഇതിനെ ഞാൻ മൈനസ് b/2a പ്ലസ് ഓർ മൈനസ് ഇത് ബൈ 2a എന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഈ റൂട്ടിനകത്തേക്ക് ഇത് വരണമെങ്കിൽ ഇത് 4a ആവണം. ഓക്കെ, റൂട്ടിനകത്തേക്ക് വരണമെങ്കിൽ 4a ആവണം. സോ b സ്ക്വയർ ബൈ 4a മൈനസ് 4ac ബൈ 4a. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, സോ therefore the roots of the equation is എന്താണ്? s1, s2 എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് r/2l പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് r/2l ദ ഹോൾ സ്ക്വയർ മൈനസ് 1/LC. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. therefore എനിക്ക് എഴുതാം, ഞാൻ എഴുതുവാണ് ആൽഫ ഇസ് ഈക്വൽ ടു r/2l ആൻഡ് ഒമേഗ 0 ഇസ് ഈക്വൽ ടു 1/√LC ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ആൻഡ് റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ, ഇവിടെ ആൽഫ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഉണ്ട്. ആ ഒമേഗ 0 സ്ക്വയർ ഇസ് ഈക്വൽ ടു ബീറ്റ. ഓക്കെ, സോ ആൽഫ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബീറ്റ ആണെങ്കിൽ s1, 2 ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാൻ പറ്റും, മൈനസ് ആൽഫ പ്ലസ് ഓർ മൈനസ് ബീറ്റ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതി എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് സൊല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ റൂട്ടെങ്കിൽ ഓക്കെ, ഇതാണ് എൻ്റെ റൂട്ട്സ് എങ്കിൽ എൻ്റെ സെക്കൻഡ് ഓർഡർ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്ത് റൂട്ട്സ് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, സോ റൂട്ട്സ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് കേസ് 1 എന്ന് പറയുന്നത് if r/2l is equal to 1/√LC. എന്ന് പറഞ്ഞാൽ എന്താണ്? r/2l മൈനസ് 1/LC എന്നല്ലേ? സോ r/2l is equal to 1/√LC. ഓക്കെ, സോ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഓക്കെ, സോ ഇത് സ്ക്വയർ ചെയ്യുന്നതും ഇത് സ്ക്വയർ ചെയ്യുന്നതും ഈക്വൽ ആയിരിക്കും. സോ ഈ മൈനസ് ടേം
ക്യാൻസലായി പോവും. അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ട് മാത്രമേ കാണത്തുള്ളൂ ആൻസറിൽ. ഓക്കെ, റൂട്ട്സ് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് റിയൽ ആൻഡ് ഈക്വൽ. ഓക്കെ, therefore roots will be real and equal. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൻ്റെ ഇക്വേഷൻ എന്താണ്? റൂട്ട്സ് വിൽ ബി ഈക്വൽ എന്ന് പറഞ്ഞാൽ ഇത് ഈക്വൽ ടു ഇതായിരിക്കും. ഓക്കെ, സോ ഇത് ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞാൽ എസ് പ്ലസ് എ ദ ഹോൾ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, എസ് പ്ലസ് എ ദ ഹോൾ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. സോ ദ റൂട്ട്സ് എന്തൊക്കെയാണ്? എസ് ഇസ് ഈക്വൽ ടു മൈനസ് എ മൈനസ് എ. ഓക്കെ, സോ റൂട്ട്സ് റിയൽ ആൻഡ് ഈക്വൽ ആകുവാണെങ്കിൽ, ഓക്കെ, സോ നമുക്ക് K1 S പ്ലസ് K2 y S പ്ലസ് എ ദ ഹോൾ സ്ക്വയർ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, സോ ആ സമയത്ത് നമ്മുടെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്ത് നമ്മൾ ഐ ഓഫ് ടി കണ്ടുപിടിച്ചാൽ ഐ ഓഫ് ടി വിൽ ബി ഈക്വൽ ടു K1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ ടി, ഓക്കെ, പ്ലസ് K2 ഇൻറ്റു ടി ഇ റേസ് ടു മൈനസ് ആൽഫ ടി ആയിരിക്കും. ഓക്കെ, സോ ഈ സമയത്ത് നമ്മൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്ത് ആൻസർ കണ്ടുപിടിച്ചാൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, സോ ആസ് എ റിസൾട്ട് നമുക്ക് കിട്ടുന്ന സിസ്റ്റമാണ് എന്ത്? ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം. ഓക്കെ, സോ നമ്മുടെ ഐ ഓഫ് ടി എന്ന് പറയുന്നത് K1 ഇ റേസ് ടു മൈനസ് ആൽഫ ടി പ്ലസ് K2 ടി ഇ റേസ് ടു മൈനസ് ആൽഫ ടി. അങ്ങനെ നമുക്ക് കിട്ടുന്ന സിസ്റ്റമാണ് ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം. ഓക്കെ, ഇനി കേസ് 2. ഓക്കെ, ഇഫ് alpha is greater than omega 0, that is r by 2l is greater than 1 by root LC. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൂട്ട്സ് ആർ റിയൽ ആൻഡ് അൺഈക്വൽ കിട്ടും. റൂട്ട്സ് ആർ റിയൽ ആൻഡ് അൺഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടുന്നത് K1 by S plus A plus K2 by S plus B എന്നുള്ള ഫോമിലായിരിക്കും. ഓക്കെ, സോ റൂട്ട്സ് ആർ റിയൽ ബട്ട് ദേ ആർ അൺഈക്വൽ. ഓക്കെ, സച്ച് എ സിസ്റ്റം വിൽ ഡിപ്പെക്ട് എ ഓവർ ഡാംഡ് സിസ്റ്റം, അല്ലെങ്കിൽ ദേ വിൽ ഹാവ് ആൻ ഓവർ ഡാംഡ് റെസ്പോൺസ്. ഓക്കെ, സോ റൂട്ട്സ് ആൻഡ് റിയൽ ആർ അൺഈക്വൽ ആണെങ്കിൽ ഓവർ ഡാംഡ് ആയിരിക്കും. ഓവർ ഡാംഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീറ്റ വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, സോ ഓവർ ഡാംഡ് എന്ന് പറഞ്ഞാൽ സീറ്റ വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഇതെന്ന് പറഞ്ഞാൽ സീറ്റ വിൽ ബി ഈക്വൽ ടു 1. ആൻഡ് അണ്ടർ ഡാംഡ് എന്ന് പറഞ്ഞാൽ സീറ്റ വിൽ ബി ലെസ് ദാൻ 1. ഓക്കെ, സോ റൂട്ട്സ് ആർ റിയൽ ആൻഡ് unequal ആണെങ്കിൽ it will represent an over damped system. Okay, and the case 3 is if alpha is less than omega 0, that is r by 2l is less than 1 by root LC, it will result in a the roots which are complex conjugate. Okay, so roots will be complex conjugate. Okay, as a result we will get an underdamped system. Okay, we will get an underdamped system.
സോ നമുക്ക് ആ ഒരു കേസിൽ നമുക്ക് കുറച്ച് ഒരു മോഡിഫിക്കേഷൻ വരുത്താനുണ്ട്. ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞായിരുന്നു S1 ഈസ് ഈക്വൽ ടു മൈനസ് ആൽഫ പ്ലസ് ഓർ മൈനസ് ബീറ്റ എന്ന്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ആൽഫ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ ആൽഫ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ. ഓക്കെ, സോ ഈ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടുന്നത് S12 എന്ന് പറയുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ആൽഫ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയറിനെ നമ്മൾ ഇങ്ങനെ എഴുതുവാണ്, റൂട്ട് ഓഫ് -1 ഇൻറ്റു റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ. ഓക്കെ, റൂട്ട് ഓഫ് -1 എന്ന് പറഞ്ഞാൽ എന്താണ്? ജെ, ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ ഒമേഗ ഡി എന്ന് ഞാൻ എഴുതുവാണ്. ഓക്കെ, ഒമേഗ ഡി, വെയർ ഒമേഗ ഡി ഈസ് റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ. ഒന്നുമില്ല, ഈ ഇക്വേഷനെ ഞാൻ തിരിച്ചെഴുതി, അപ്പോൾ എനിക്കൊരു -1 കിട്ടും. ഓക്കെ, സോ ഈ ഇക്വേഷനെ എങ്ങനെ എനിക്ക് എഴുതാം? റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയറിനെ ഈ മൈനസ് വെളിയിലെടുത്ത് റൂട്ട് ഓഫ് മൈനസ് ഒമേഗ 0 സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ ഇങ്ങനെ എഴുതാം. ഓക്കെ, സോ ഈ റൂട്ട് ഓഫ് -1 ഞാൻ വെളിയിലെടുത്തു, അതിനെ ഞാൻ ജെ എന്ന് കൊടുത്തു, ജെ ഒമേഗ ഡി എന്ന് എഴുതി. ഓക്കെ, സോ ഇതിനെ എനിക്ക് S1, 2 ഈസ് ഈക്വൽ ടു മൈനസ് ആൽഫ പ്ലസ് ഓർ മൈനസ് ജെ ഡബ്ല്യു ഡി അല്ലെങ്കിൽ ഒമേഗ ഡി. ഓക്കെ, ഇങ്ങനെ എഴുതി. സോ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഇക്വേഷൻ, സൊല്യൂഷൻ വിൽ ബി എന്താണ്? I of t ഈസ് ഈക്വൽ ടു K1 e റേസ് ടു S1t പ്ലസ് K2 e റേസ് ടു S2t. ഇതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു K1 ഇൻറ്റു e റേസ് ടു മൈനസ് ആൽഫ പ്ലസ് ജെ ഒമേഗ ഡി ഇൻറ്റു ടി പ്ലസ് K2 ഇൻറ്റു e റേസ് ടു മൈനസ് ആൽഫ മൈനസ് ജെ ഒമേഗ ഡി ഇൻറ്റു ടി. ഓക്കെ, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ ഇ റേസ് ടു മൈനസ് ആൽഫ ടി എന്ന് വരും. K1 ഇ റേസ് ടു മൈനസ് ആൽഫ ടി പ്ലസ് ഇ റേസ് ടു ജെ ഒമേഗ ഡി ടി. ഓക്കെ, K1 ഇൻറ്റു K2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ ടി പ്ലസ് K2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഡി ടി. ഓക്കെ, സോ ഇവിടെ രണ്ടിടത്തും ഉണ്ട്, K1 പ്ലസ് K2 എഴുതാനുണ്ട്. സോ ഇ റേസ് ടു മൈനസ് ആൽഫ ടി ഇൻറ്റു K1 പ്ലസ് K2. സോറി, ഞാനിവിടെ ഒരു മിസ്റ്റേക്ക് കാണിച്ചു, ഇത് ഇൻറ്റു ആണ്. ഓക്കെ, സോ ഇവിടെ ഇൻറ്റു ആണ്. സോ ഇവിടെ K1 പ്ലസ് K2 ഒരുമിച്ച് വരത്തില്ല, ഒറ്റ K2 കാണത്തുള്ളൂ. കാരണം ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ എ റേസ് ടു എം പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആണ്. സോ ഇവിടെ ഇൻറ്റു ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ആൽഫ ടി ഇൻറ്റു K1 പ്ലസ് K2 ഇൻറ്റു ഇ റേസ് ടു K1 e raised to j omega dt plus K2 e raised to minus j omega dt എന്ന് കിട്ടും. സോ നമുക്ക് കിട്ടി I of t is equal to e raised to minus alpha t into K1 e raised to j omega dt plus K2 e raised to minus j omega dt. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. Now
നമുക്കറിയാം ബൈ ഓയിലേഴ്സ് ഫോർമുല ഇ റേസ് ടു ജെ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ ആൻഡ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് ജെ സൈൻ തീറ്റ. ഓക്കെ, ഇത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ആൽഫ ടി ഇൻറ്റു K1 cos theta യ്ക്ക് പകരം ഒമേഗ ഡി ടി പ്ലസ് ജെ സൈൻ ഒമേഗ ഡി ടി. ഓക്കെ, പ്ലസ് K2 ഇൻറ്റു കോസ് ഒമേഗ ഡി ടി മൈനസ് ജെ സൈൻ ഒമേഗ ഡി ടി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ആൽഫ ടി കോസ് ഒമേഗ ഡി ടി വരുന്ന ഏതൊക്കെയാണ്? K1 K2. K1 പ്ലസ് K2 ഇൻറ്റു കോസ് ഒമേഗ ഡി ടി പ്ലസ് ജെ ഇൻറ്റു K1 മൈനസ് K2 ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി. ഓക്കെ, ഫോർ ടി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ആസ് എ റിസൾട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു അണ്ടർ ഡാംഡ് ആയിട്ടുള്ള സിഗ്നൽ കിട്ടും. അണ്ടർ ഡാംഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വരുന്ന സിഗ്നലിനെയാണ് അണ്ടർ ഡാംഡ് സിഗ്നൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സീറ്റ ഈസ് ലെസ് ദാൻ 1. ഓക്കെ, സോ ഇങ്ങനൊരു സിഗ്നൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി എങ്ങനെയാണ് ഓവർ ഡാംഡ് സിഗ്നൽ ഇരിക്കുന്നത്? സോ ഓവർ ഡാംഡ് ആണെങ്കിൽ നമ്മുടെ സിഗ്നൽ എന്ന് പറയുന്നത് പതിയെ വന്നത് ചെയ്തുള്ളൂ. ക്രിട്ടിക്കലി ഡാംഡ് ആണെങ്കിൽ അത് എളുപ്പം വന്ന് 0 പൊട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ഓവർ ഡാംഡ്, this is critically damped and this is under damped. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മുടെ സിഗ്നൽസ് അല്ലെങ്കിൽ സിസ്റ്റം റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു RLC സർക്യൂട്ടിൽ നമ്മൾ ഈ 3 കേസസും കണ്ടു. ഇനി വാട്ട് വിൽ ഹാപ്പൻ ഇഫ് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞ സൈനുസോയിഡൽ ഇൻപുട്ട് എന്നാണ്. ദാറ്റ് ഈസ് V ഈസ് ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി ആണെങ്കിൽ നമുക്കിവിടെ ഒരു വിക്ക് പകരം VM സൈൻ ഒമേഗ ടി എന്ന് വരും അല്ലേ? സോ ഇവിടെ VM സൈൻ ഒമേഗ ടി. സോ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് I of S is equal to K by S square plus R by L S plus 1 by LC into ഈ സൈൻ ഒമേഗ ടിയുടെ ഒരു ടേമും കൂടെ വരും. ഓക്കെ, VM by into VM by സൈൻ ഒമേഗ ടി എന്താണ്? ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, ഇങ്ങനൊരു ടേമും കൂടെ വരും. VM ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, സൈൻ ഒമേഗ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. സോ ഈ ഒരു ടേമും കൂടെ വരും. ആസ് എ റിസൾട്ട് എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഓരോ ടേംസിനും നമ്മുടെ നമുക്ക് വ്യത്യാസം വരും. ദാറ്റ് ഈസ് ഈ ഒരു കേസിൽ ഐ ഓഫ് ടിയുടെ കൂട്ടത്തിൽ നമുക്ക് IM1 സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 എന്നൊരു ടേം വരും. ഓക്കെ, ഈ ഒരു ടേമിൻ്റെ കൂട്ടത്തിൽ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഓവർ ഡാംഡിൻ്റെ ഇക്വേഷൻ എഴുതിയില്ല. സോറി, I of t is equal to K1 plus K2 into K1 into e raised to minus alpha 1 into t plus
അല്ലെങ്കിൽ ബീറ്റ ടി, ഓക്കെ, or s1t plus k2 into e raised to s2t, okay, plus s2t plus im1 into sin omega t minus 5 എന്നൊരു ടേമും കൂടെ വരും. ഓക്കെ, സോ ഇത് ട്രാൻസിയൻറ്റ് ടേമും ഇത് സ്റ്റഡി സ്റ്റേറ്റ് ടേമും. ഇത് സ്റ്റഡി സ്റ്റേറ്റ് ടേം. ഓക്കെ, ഇങ്ങനൊരു ടേം എല്ലാത്തിലും കോമൺ ആയിട്ട് വരും. ഇത് നമ്മുടെ ട്രാൻസിയൻറ്റ് ടേം. ട്രാൻസിയൻറ്റ് ടേം and this will be steady state term. ഇത് നമ്മുടെ transient term, this will be steady state term. ഓക്കെ, അതുപോലെ തന്നെ സോ എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? വെൻ വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. അതായത് ഇവിടെ നമുക്ക് സൈൻ ആംഗിളാണ് വരുന്നതെങ്കിൽ ഇതാണ് വ്യത്യാസം വരുന്നത്. സോ നിങ്ങൾ ആദ്യം വി ഈസ് ഈക്വൽ ടു ഡി സി കൊടുത്തിട്ട് നിങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ വെൻ വി ഈസ് വി എം സൈൻ ഒമേഗ ടി ഇങ്ങനൊരു ടേമും കൂടെ വരും എന്ന് എഴുതിയിട്ട് ബാക്കി ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, സോ വി എം സൈൻ ഒമേഗ ടി. ആൻഡ് തേർഡ് കണ്ടീഷനിലും നമുക്ക് ഇവിടെ im1 സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 എന്നൊരു term വരും. This is steady term, steady state term. ഓക്കെ, സോ ഈ ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ് എല്ലാത്തിനും വരുന്നത്. ബട്ട് എന്താണ് ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനൊരു സ്റ്റഡി സ്റ്റേറ്റ് ടേം സൈനുസോയിഡൽ ഇൻപുട്ടാണ് എങ്കിൽ വരും. ഓക്കെ, ഡി സി ആണെങ്കിൽ ആ ഒരു ടേം വരത്തില്ല. ബാക്കിയെല്ലാം ഒരേപോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ വാച്ച് ചെയ്തിട്ട് ഇത് ചെയ്യുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്, തിയറി പാർട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു പോർഷൻ. See you in the next video. Bye.